വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തുകയാണ്. അതിലേക്ക് ചേട്ടാ പണം എടുത്ത് കഴിഞ്ഞൊന്ന് മാറി തരും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. ദുരിതബാധിത പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഒക്കെ സന്ദർശിക്കുകയാണ്. രജീഷ് നരിക്കുനിയാണ് വിവരം നൽകുന്നത്. രജീഷ്, അദ്ദേഹം ഏത് ക്യാമ്പിലാണ് ഉള്ളത്? ക്യാമ്പിൽ അവിടെയുള്ളവർ എന്താണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്? ഇപ്പോൾ നേരത്തെ സന്ദർശനത്തിന് ശേഷം, അതായത് പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് തോട്ടാപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ചെറിയമ്പ് LP സ്കൂളിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ അവർ മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കുകയാണ്. ഈ പ്രളയത്തിന് ശേഷമുണ്ടായ സാഹചര്യം, ഈ വീട്ടിൽ പലർക്കും വെള്ളം കയറി വീട്ടിലേക്ക് ഉപകരണങ്ങളടക്കം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അക്കാര്യങ്ങളും അവരുടെ സംഘടനകളും ഒക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വിളിച്ചത്. രജീഷ്, തുടരാം. നേരെ റാന്നിയിലേക്ക് ആണ് മുഖ്യമന്ത്രി പോവുക. ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആദ്യഘട്ടത്തിൽ പ്രളയം ബാധിച്ച റാന്നി അടക്കമുള്ള മേഖലകളിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സന്ദർശനം നടത്താൻ പോകുന്നത്. മുഖ്യമന്ത്രി ഈ പ്രളയം ഇവിടെ ക്യാമ്പിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്തനംതിട്ട ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളുമൊക്കെ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ക്യാമ്പിനകത്താണുള്ളത്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ചിറയിറമ്പ് LP സ്കൂളിലെ ക്യാമ്പിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ക്യാമ്പുകളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ക്യാമ്പിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ക്യാമ്പിലെ ആളുകളുമായി അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനബാഹുല്യം ആ ക്യാമ്പിലും പുറത്തുമൊക്കെ നമുക്ക് കാണാനും സാധിക്കും. മുഖ്യമന്ത്രി ഇനി കൂടുതൽ പ്രദേശങ്ങൾ സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ വീണ്ടും മാധ്യമങ്ങളുമായി സംസാരിച്ചേക്കാം. നേരത്തെ കോഴഞ്ചേരിയിലെ അവലോകന യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി വിശദമായി സംസാരിച്ചത്. അദ്ദേഹം സഹായധനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ കൂട്ടുന്ന കാര്യത്തിൽ, കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ശാസ്ത്രീയത വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു. വിശദമായി തന്നെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ക്യാമ്പിൽ നിന്ന് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ചിറയിറമ്പ് LP സ്കൂളിലെ ക്യാമ്പിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്.